നമ്മുടെ ഈ സംഘടന രൂപീകരിക്കാനുണ്ടായ പശ്ചാത്തലത്തെ പറ്റി ഒന്ന് പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല. WCS ഭൂമിയിൽ കെട്ടിട നിർമ്മാണ നിരോധനം വന്ന സമയത്ത് നമ്മൾ നിലവിൽ ഈ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സംഘടന ആവശ്യപ്പെടുന്ന ആ സംഘടനാ ഭാരവാഹികളിൽ ചെന്ന് നമ്മുടെ വിവരങ്ങൾ പറയുകയുണ്ടായി. അവരുടെ കിട്ടിയ മറുപടി അത് ഞങ്ങളുടെ ബാധിക്കുന്ന വിഷയമല്ല. ഭൂമിയുടെ മറ്റുള്ള ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവരും എക്സൈസ്മെന്റ് ആശ്രിതരുമായ ആൾക്കാർക്ക് കെട്ടിടം സ്വയം 10 സെന്റ് ഉണ്ടെങ്കിൽ അതിൽ വീടുണ്ടാക്കാനുള്ള പെർമിഷൻ കിട്ടാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഇവരെ സമീപിച്ചത്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് വളരെ നിരുത്സാഹപ്പെടുന്ന രീതിയിലുള്ള സമീപനമാണ് ഉണ്ടായത്. മാത്രമല്ല അതിന് അനുകൂലമായിട്ടൊരു മറുപടി പോലും കൂടെ നിൽക്കാനും അവരെ തയ്യാറായില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് WCS ഭൂസംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ സംഘടന രൂപം കൊള്ളപ്പെട്ടത്. ആ സംഘടന രൂപം കൊണ്ട് ചുരുങ്ങിയ ഒരു 5 മാസത്തിനുള്ളിൽ തന്നെ ഇതിലെ എല്ലാവരും വളരെ സജീവമായി രംഗത്തിറങ്ങുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ എല്ലാവരും സഹായത്തോടു കൂടി തന്നെ നമ്മുടെ കളക്ടർ, വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, സെക്രട്ടറി, ഇങ്ങനെ എല്ലാ പോലും നിരന്തരം കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഈ സംഘടനയെ നിർബന്ധം കൊണ്ട് തന്നെ അത് മാറ്റേണ്ടി വന്നു. അത് നമ്മുടെ സംഘടനയ്ക്ക് ഏറ്റവും ആദ്യത്തെ ഒരു നേട്ടമായി ഇവിടെ അത് പറയുകയാണ്. ആ നിർമ്മാണ നിയന്ത്രണം നീക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഭൂമി സംരക്ഷിക്കുന്നെന്ന് പറയുന്ന ആൾക്കാർ അവിടെ നിർമ്മാണം തുടങ്ങി. പക്ഷെ നമ്മുടെ ഈ സംഘടന നിർമ്മാണ നിയന്ത്രണം ഉള്ളത് എടുത്തു കളഞ്ഞപ്പോൾ അവരവിടെ കെട്ടിടപ്പണി തുടങ്ങി. അപ്പോൾ അതിൻ്റെ അപ്പം തന്നെയാണ് ഈ കെട്ടിടപ്പണി തുടങ്ങിയപ്പോൾ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ വേറെയും ഉണ്ട്. ഈ കാണുന്ന കുറച്ച് 10-20 ആൾക്കാർ കൂടുന്നൊരു സംഘമല്ല ഇതിൻ്റെ അവകാശികളെന്നും, ബാക്കി ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് കിട്ടാത്തവർ, മെമ്പർഷിപ്പിൽ നിന്നും ഒഴിവാക്കിയവർ, ഇവരുടെ നീക്കങ്ങൾക്കെതിരെ പ്രതികരിച്ചവർ, ഇവരെല്ലാവരും കമ്മിറ്റിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെല്ലാം ഈ കമ്മിറ്റിയിൽ ചേരാൻ ആഗ്രഹം വേണ്ടി ചെന്നപ്പോൾ മെമ്പർഷിപ്പ് കൊടുത്തില്ല എന്ന് മാത്രമല്ല അവർ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചത് പോലുമില്ല. ഈ സ്ഥലത്തിൻ്റെ നിലവിലുള്ള അവകാശികൾ പുറത്തു നിൽക്കെ ഇങ്ങനെ ഈ ഭൂമി കോടികൾ വിലമതിക്കുന്ന ഈ ഒരു ഭൂമി മറിച്ച് ലീസിനായാലും എന്തിനായാലും കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതിന് പ്രതിഫലമായി ഒരു 10,000, 2,000 സ്ക്വയർ ഫീറ്റുള്ള ഈ 72 സെന്റ് സ്ഥലം ഒരു വ്യക്തിക്ക് കൈമാറുമ്പോൾ ആ വ്യക്തി തിരിച്ചു കൊടുക്കുന്നത് 1,500, 2,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഓഫീസ് റൂം കൊടുക്കും. 72 സെന്റ് സ്ഥലം ഭൂമിക്ക് പകരം കൊടുക്കുന്നത് ഇതാണ്. അത് എന്താണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലായാലും 30 വർഷത്തേക്കാണെന്നൊക്കെ പറയുന്നു. ആദ്യം ഞങ്ങൾ ഈ കമ്മിറ്റി പോയി സമീപിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കും, ഞങ്ങളതിന് മുന്നോട്ട് പോകുമെന്ന് വളരെ കർക്കശമായി ഇറക്കി വിടുന്ന രീതിയിൽ സംസാരിച്ച് വിട്ടതാണ്. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ നീക്കമില്ല എന്ന്. ഒരിക്കലും വിശ്വസിക്കാൻ വയ്യ. ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടന്നപ്പോൾ വാഹനം കൊണ്ടുവരികയും ഇറ്റാച്ച് JCB കൊണ്ടുവന്ന് പണിയെടുത്തതും ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഈ ലീസിനെടുത്തു എന്ന് നമ്മൾ അറിയുന്ന ഒരാൾ അവരെന്നെ വന്നിട്ട് തന്നെയാണ് ഈ വാഹനം ഇവിടുന്ന് മാറ്റുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇപ്പം ഇന്നലെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സമൂഹം, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ അങ്ങനെ സംഗതി നീക്കം നടന്നിട്ടില്ല. വളരെ നല്ലത്. അങ്ങനെ നീക്കം നടന്നാൽ അത് എന്ത് വില കൊടുത്തും ഈ സംഘടന തടയും. ഈ കാണുന്ന എല്ലാവരും, ഈ കാണുന്ന മാത്രമല്ല, ഇത് കുറച്ച് ആൾക്കാരും അത് എത്തിയിട്ടുള്ളൂ. ഈ എക്സ്പ്രസ്മെൻ്റ് അനന്തരാവകാശികളും അവരുടെ മക്കളും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ ഭൂമി അന്യായ സമ്മതിക്കില്ല എന്ന് ഉറച്ച് ദൃഢമായ ഒരു പ്രതിച്ചെടുത്താണ് ഈ സംഘടന മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. പെർമിഷൻ സർക്കാർ നിരോധിച്ച ഒരു സമയത്ത് അതിനെതിരായിട്ടാണ്, അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചത്. അന്ന് ഞങ്ങൾ ഇപ്പോൾ കരിമാർ പറഞ്ഞ മാതിരി ഞങ്ങൾ ഈ അപ്പോഴാണ് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് നീളം WCS ഭൂമി സർക്കാർ കുടിയേറ്റക്കാർക്ക് കൊടുത്തിരിക്കുന്ന ഭൂമിയല്ല. ആ ഭൂമിയിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സർക്കാരിന് സാധ്യമല്ല. അത് നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് വിധി വാങ്ങി ഞങ്ങൾ അതിനുശേഷം സംഘടന രൂപീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ സമ്മർദ്ദങ്ങൾ നടത്തിക്കൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തി ആ നിയമം പിൻവലിക്കാൻ കഴിഞ്ഞു. ശരി, സഹകരിച്ചില്ല, ഞങ്ങളോട് സഹകരിച്ചില്ല. എന്നാലും സാധാരണയില്ല, നമ്മളെ ആരെങ്കിലും നമ്മളൊരു ശത്രു ആണെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു മെഡൽ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഒരു കൺഗ്രാജുലേഷൻ പറയണേ, അതുപോലും ഇവർ ചെയ്തിട്ടില്ല. ഈ സംഘടന ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ ഈ കടലാസ് സംഘടന ഉണ്ടല്ലോ, നന്നായി, വളരെ നന്നായിട്ടെന്ന് പറഞ്ഞ നാട്ടുകാരും അതുപോലെ 100 കണക്കിന് ആൾക്കാർ എന്നെയും ഷാജിനെയും കുരിക്കളുമ്മേനെയും കരിനെയൊക്കെ വിളിച്ചിട്ട് പറയണം. സന്തോഷം അവർ കൊണ്ടുപോകണം. കാണുന്നിടത്ത് വെച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരാ സന്തോഷം പ്രകടിപ്പിച്ചു. കാരണം എന്താ പറയുക, ആകെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഇങ്ങനെ ഈ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ട് എല്ലാവരും, എല്ലാ പാർട്ടിയിലല്ല എല്ലാ ആളുകാരും സഹകരിച്ചു, മന്ത്രിമാരെല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. ഈ സംഘടന, ഈ ഭൂമി 1943
അന്ന് ബ്രിട്ടീഷ് സർക്കാർ അലോട്ട് ചെയ്ത ഭൂമിയാണ്. ഇതുപോലെ ഒരുപാട് ഭൂമിയുണ്ട്, കോളനി ഭൂമി. നിലമ്പൂർ കോവിലത്ത് നിന്ന് വില കൊടുത്ത് സൈനിക അമാൽഗമേറ്റഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ഇത്. അതിൽപ്പെട്ട ഭൂമിയാണ് ഈ അമ്പലവേലിലുള്ള ഭൂമി, ചുള്ളുള്ള ഭൂമി, അങ്ങനെ കുറേ ഭൂമി ഇട്ടിരിക്കുന്നത്. അത് അവർക്ക് വേണ്ടി റിക്രിയേഷൻ ക്ലബ്ബുകളും അവർക്ക് ഉല്ലാസത്തിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ക്ലബ്ബുകളും അതുപോലെയുള്ള മൈതാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് വെച്ചിരിക്കുന്ന ഭൂമിയാണ്. 1943 1954 ഇവിടെ ഈ വയനാട് എക്സ് സർവീസ്മാൻ കോളനി എന്ന് പറഞ്ഞ ഇവിടെ ഒരു സംഘടന രൂപീകരിച്ചത്. അതങ്ങനെ കിടന്നു. 1954 71 വർഷമായി. അതിന് ഭാരവാഹികൾ മാറി വന്നു. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ആളുകൾക്കൊക്കെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമി കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു വസ്തുതയാണ്. അതിനുശേഷം തുടർന്ന് വന്നു ഇപ്പോഴുള്ള ഈ കമ്മിറ്റി എന്ന് പറയുന്ന ആളുകൾ, ഈ WEA എന്ന് പറയുന്ന ആ കമ്മിറ്റിയുടെ ആളുകൾ അത് ഏറ്റെടുത്തു. ഇതൊരു വലിയൊരു കോടികൾ വില മതിക്കുന്ന ഒരു സ്വത്താണെന്ന് കണ്ടുകൊണ്ട് 30 വർഷം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ എല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. അതൊക്കെ രജിസ്ട്രേഷനൊക്കെ ഇവരുടെ ഇപ്പോൾ രജിസ്ട്രേഷനൊക്കെ അതായിട്ട് നിന്നിട്ടുണ്ട്. ഞങ്ങൾ എൻക്വയറിക്ക് അതായിട്ട് ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട്. ഈ 30 വർഷത്തെ കള്ള മിനിസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഇവർ പോയിട്ട് ഇത് ഞങ്ങൾ വെറുതെ പറയുന്നില്ല കേട്ടോ, ഇതിന്റെ തെളിവുണ്ട്. ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് തന്നെ തന്ന വോയിസ് റെക്കോർഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. തന്നിരിക്കുന്നത് ക്രിമിനൽ കേസാണ്. ഇതുമായിട്ട് മുന്നോട്ട് പോയി കണ്ടില്ല, അദ്ദേഹത്തിന് ക്രിമിനൽ കേസ് നേരിടേണ്ടി വരും. കാരണം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട്. ഈ ആഴ്ച 26-ാം തീയതി ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട്. ഇവരുടെ ഇതുകൊണ്ട് ഞങ്ങൾ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ നിന്നോട്ടോ, നിങ്ങൾ രജിസ്ട്രേഷൻ വേറെ രജിസ്ട്രേഷൻ നോക്കിയാൽ മതി. ആ രജിസ്ട്രേഷൻ കള്ള രജിസ്ട്രേഷൻ നടക്കില്ല. നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടാക്കാം. 8 വില്ലേജുകളിലുണ്ട് ഈ WCS ഭൂമിയായി ബന്ധപ്പെട്ട ഭൂമിയിൽ 8 വില്ലേജുകളുണ്ട്. വയനാട്ടിലുള്ള 8 വില്ലേജുകളിലുള്ള, നിങ്ങൾ പത്രത്തിലിട്ടോ എങ്ങനെ ഈ വില്ലേജിലുള്ള ആളുകളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ജനറൽ ബോഡി യോഗം നടത്തി. ആ ജനറൽ ബോഡിയിൽ നിന്ന് ഊർജ്ജസ്വലരായ ആളുകളുണ്ടെന്നേ ആ ജനറൽ ബോഡി തെരഞ്ഞെടുത്തോട്ടെ. നിങ്ങളെ തന്നെ തെരഞ്ഞെടുത്തോട്ടെ. ഞങ്ങൾക്ക് വിഷയങ്ങളൊന്നുമില്ല. ഞങ്ങളാരും ഇതിനെ വരണം, ഇതിനെടുക്കണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ സംഘടന രൂപീകരിച്ച് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അത് പ്രവർത്തിച്ചു പോകണം. ഇനിയുണ്ട് പ്രവർത്തനം ഒരുപാടുണ്ട്. ഈ വീട്ടി മരങ്ങളൊക്കെ ഗവൺമെന്റ് പതിവ് ചെയ്ത് ശരിക്കും തെറ്റായ പതിവ് ചെയ്യലായിരുന്നു. അത് കർഷകന് വിട്ടുകൊടുക്കണമെന്നുള്ള കേസ് ഹൈക്കോടതിയിൽ കേസിന് പോയി ഞങ്ങൾ. ഇവരെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് വിളിച്ചുകൊണ്ട് ഓരോ കമ്മിറ്റി രൂപീകരിക്കുക. ഈ പദ്ധതി കൊണ്ട് ഇതുവരെ 71 വർഷമായിട്ട് ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടുണ്ടോ? ഇത്രയും വലിയൊരു സ്വത്തുകൊണ്ട് ഒരു ഗുണം കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചു ചേർത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതുകൊണ്ട് ഇതിൽ പദ്ധതികൾ വരണം. നമ്മുടെ നാട്ടിൽ എന്തുണ്ടായിട്ടും കല്ല. നാടിന്റെ വികസനം, നാടിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ നാട്ടിൽ നമ്മൾ നടത്തുന്ന പദ്ധതികളാണ്. ഈ സ്ഥലം ഇങ്ങനെ വേസ്റ്റാക്കി ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു പദ്ധതിയില്ല, നാടിന് ഒരു വികസനം നടക്കില്ല. ഈ വികസന കാഴ്ചപ്പാട് ഈ എക്സ് സർവീസ്മാരിൽ തന്നെ ഉള്ള എത്രയോ ആളുകൾ, എക്സ് സർവീസ്മാരുടെ വിധവകൾ, അതുപോലെ അസുഖമായിട്ട് അവരുടെ മക്കളുടെ ഒരുപാടുണ്ട്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, കിഡ്നി പോയത്, അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്കൊക്കെ സഹായം കൊടുക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് രൂപ ഈ സ്ഥലത്തിൽ നിന്ന് ശരിയായിട്ട് ഉപയോഗിച്ച കമ്മിറ്റിക്ക്, വേറൊരാൾക്ക് വിൽക്കാനല്ല, കമ്മിറ്റിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞു ഇതെടുക്കാൻ പറഞ്ഞ ആൾ, ഞാൻ ആളുകളുടെ ഒന്നും പേര് പറഞ്ഞൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരായിരുന്നു ഇതിന് എഗ്രിമെന്റ് എല്ലാം ഏതാണ് നടപടിയായെന്ന് അറിയാം. ഞങ്ങൾ ഇത് അറിഞ്ഞ ഉടനെ ഞങ്ങൾ ഈ സംഘടന ഇതിന്റെ പ്രവർത്തകർ പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ഉടനെ ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് അറിഞ്ഞ സമയത്ത് നേരിട്ട് ഇത് എടുക്കാൻ പോകുന്ന ആളുടെ അടുത്ത്, ഈ അമ്പലവിലുള്ള ആൾ തന്നെയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് അങ്ങനെ വിഷയമല്ല, ഈ കമ്മിറ്റിക്ക് ഇതിനുള്ള അധികാരമില്ല, ഈ കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെല്ലാം പേപ്പർ റെഡിയാണ്, ഞാൻ പരിശോധിച്ചു, അഡ്വക്കേറ്റിനൊക്കെ വെച്ച് എല്ലാം പരിശോധിച്ചു, എല്ലാം കൃത്യമാണ്, ഞാൻ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു ഞങ്ങളോട്. അതിനുശേഷം കഴിഞ്ഞ ഒരു 1-1.5 മാസം മുമ്പ് അദ്ദേഹം ഞാൻ യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തായി ഇതൊക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞറിയോ, പേപ്പറുകളെല്ലാം പൂർത്തിയായി, ഇനി അഗ്രിമെന്റായി, ഇനി വർക്ക് ഞങ്ങൾ തുടങ്ങാൻ പോകാന്ന്. അദ്ദേഹം കഴിഞ്ഞില്ല, നിങ്ങൾ എല്ലാവരും അയാളെ അയച്ചിരിക്കുക, ഞാൻ ഈ ഭൂമിയായിട്ട് എന്തുമില്ല, ഞാൻ ഇതിന് ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ് പറയണേ.
അപ്പോൾ അതെന്താ വെച്ചിട്ട് അതൊക്കെ ഏതാണ് ഇപ്പൊ പറഞ്ഞപ്പോ പിന്മാറിയോ എന്ന് തോന്നുന്നു നമുക്കറിയാൻ പാടില്ല. പിന്മാറി എന്തായിക്കോട്ടെ, ആര് തന്നെയായാലും ഈ ഭൂമി പാട്ടത്തിനെടുത്തിട്ടോ അതുപോലെ നടത്താൻ വേണ്ടിയിട്ട് ഒരാൾക്കും കഴിയുമെന്ന് വിചാരിക്കേണ്ട. ഒരു കമ്മിറ്റി, നല്ലൊരു കമ്മിറ്റി ഇല്ലല്ലോ, അതാണ് ഞങ്ങൾ പറയുന്നത്. കമ്മിറ്റി നിലയിൽ വന്നുകൊണ്ട് ഈ ഭൂമി ആ നിലയിൽ വന്നുകൊണ്ട് ഈ നാട്ടിലുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി അമ്പലവേലിന്റെ തന്നെ വികസനം, ഈ പ്രദേശത്തിന്റെ വികസനത്തിനും അതുപോലുള്ള എക്സർവീസ്മാരും അതുപോലുള്ള ആളുകൾക്കൊക്കെ സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരണം. ഞങ്ങൾ ഇത് കഴിഞ്ഞ് നിർത്താനൊന്നും പോകുന്നില്ല. ഇവിടെ അമ്പലവേലിൽ തന്നെ വലിയ കൺവെൻഷൻ വിളിക്കാൻ പോവാണ്. ഈ 8 വില്ലേജിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് കൺവെൻഷൻ വിളിക്കും. കൺവെൻഷൻ വിളിച്ചിട്ട് പദ്ധതികൾ ഉണ്ടാക്കും. ഇവർക്കും കൂടെ, ഈ കമ്മിറ്റിയിലുള്ള ആളുകൾക്കും കൂടെ നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ആരെയും അധിക്ഷേപിക്കാനൊന്നും നമ്മൾ ഈ സമയം ഉപയോഗിക്കുന്നില്ല. അവരും കൂടെ, ഈ ആളുകൾ വരട്ടെ, എല്ലാവരും വരട്ടെ, ഒന്നായിട്ട് അത് തിരഞ്ഞെടുക്കട്ടെ. ഈ ആരാണോ ഇതിന്റെ ആളുകൾ വരുന്നതിന് ഭാരവാഹികളുടെ നേതൃത്വം വഹിക്കേണ്ടതെന്ന് സാധാരണ നമ്മൾ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തി അതുമായിട്ട് മുന്നോട്ട് പോട്ടെ. ചില ആൾക്കാർ ഇപ്പോൾ അവർ പറഞ്ഞു വരുത്തി. ഇന്നലെ തന്നെ വൈകുന്നേരം വന്ന് ഇവിടെ ഈ അമ്പലവേൽ പ്രദേശത്ത് വളരെ മോശമായ പ്രചരണങ്ങൾ അയച്ചു വിട്ടിട്ടുണ്ട്. വളരെ മോശമായ പ്രചരണങ്ങൾ അയച്ചു വിട്ടു. ചില പ്രത്യേക ആളുകളുടെ താല്പര്യത്തിന് വേണ്ടിയാണ്, ചില പ്രത്യേക പാർട്ടികളുടെ താല്പര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ പ്രചരണങ്ങൾ അയച്ചു വിട്ടിട്ടുണ്ട് ഇവിടെ. അത് മനഃപൂർവ്വം അയച്ചു വിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നിൽക്കില്ല. ഈ പ്രവർത്തനങ്ങളായിട്ട് വന്ന് ഞങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നമ്മൾ ഇതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് സുതാര്യമായ ഒരു കമ്മിറ്റി, ഈ പ്രദേശത്തിനും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായി. നമ്മളെ യുവാക്കളൊക്കെ ഉണ്ട്, ഒരുപാട് പദ്ധതികൾ ചെയ്യാൻ വളരെ ഊർജ്ജസ്വലരായ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഭാരവാഹിത്വത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ അടുത്ത 1 വർഷം 2 വർഷം കഴിയുമ്പോൾ ഇത് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംരംഭമായി മാറും. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും വന്നിരിക്കുന്ന പ്രത്യേകം തന്നെ പറയാത്തുണ്ട്. പല ഇതിൽ നിന്നും പല സംഘടനയുടെയും പാർട്ടിയുടെ എല്ലാം നേതാക്കൾ വന്നിട്ടുണ്ട്. വിവിധ ഇതിൽ വന്നിട്ട് എല്ലാവർക്കും WC ഭൂസംരക്ഷണ സമിതിയുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു സമരത്തിന്റെ ആവശ്യം എന്താണെന്നുള്ളത് വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വയനാട് കോളനൈസേഷൻ സ്കീമിൽപ്പെട്ട അമ്പലവേൽ ടൗണിലെ ഈ ഭൂമി മാത്രമല്ല 8 വില്ലേജിൽ ഉൾപ്പെട്ട മുഴുവൻ ഭൂമിയും കണ്ടെത്തി അത് വിമുക്തഭടന്മാർക്ക് കൊടുത്ത ആ ഭൂമി അവരുടെ അനന്തരാവകാശികളായിട്ടുള്ള എല്ലാവരെയും ഒരു പൊതു കമ്മിറ്റിക്ക് കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഈ മുഴുവൻ ഭൂമിയും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇതിൽ ആശംസ അറിയിച്ചുകൊണ്ട് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഒട്ടനവധി ആളുകൾ, വിമുക്തഭടന്മാരായിട്ടുള്ള ആളുകൾ, രാഷ്ട്രം അവർക്ക് നൽകിയ വലിയൊരു ആദരവാണ്. അവർക്ക് വേണ്ടി ജീവിക്കാനും കൃഷി ചെയ്യാനും വേണ്ടി സ്ഥലം കൊടുത്തപ്പോൾ അതിൽ ബാക്കി വന്നിട്ടുള്ള ഭൂമി 8 വില്ലേജുകളിൽ അവരുടെയൊക്കെ കുട്ടികളുടെ കളിസ്ഥലമായിട്ട്, ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ശ്മശാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കൂട്ടുകൃഷി കളങ്ങളായിട്ടൊക്കെ മാറ്റിവെച്ച ഭൂമി ഇന്ന് പല ഭൂമികളും പലരും കയ്യേറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം എന്ന രൂപത്തിലാണ് ഏറ്റവും വിലപ്പെട്ട ഒരു ഭൂമി ഇപ്പോൾ ചില താല്പര്യക്കാർ, ചില കടലാസ് കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട് സ്വകാര്യ വ്യക്തിക്ക് കോടികൾ വിലമതിക്കുന്ന ഈ ഭൂമി എഴുതി കൊടുക്കാൻ വേണ്ടി 30 വർഷത്തേക്ക് ലീസിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമി വിറ്റതുപോലെയാണ്. ഈ ഭൂമിയുടെ ചരിത്രത്തെക്കുറിച്ച് സ്വാഗതം പറഞ്ഞ ഹരി വളരെ വിശദമായി സംസാരിച്ചു. ഈ ഭൂമിയിലേക്ക് ഇന്ന് ഞങ്ങൾ മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ ഭൂമിൻ്റെ അകത്ത് കയറണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത്രമാത്രം അതിനെപ്പറ്റി വിചാരിച്ചാണ്. അകത്ത് കയറണമെന്ന് വിചാരിച്ചാൽ കയറിയിരിക്കും. ഇത് അനധികൃതമായി ഈ ഭൂമി ആർക്കും കൈവശമാക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞില്ല, 8 വില്ലേജിൽ ഉൾപ്പെടുന്ന എക്സോറിസ്മെൻ്റെ ഒരുപാട് ആളുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ ഇത് സുതാര്യമായിരിക്കണം, സ്വകാര്യമാവാതെ സുതാര്യമായിരിക്കണം ഈ പരിപാടി. അല്ലാതെ 1-2 ആളുകൾ വന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അത് ആർക്കെങ്കിലും 30 വർഷത്തേക്കോ 40 വർഷത്തേക്കോ ലീസിന് കൊടുക്കുക, ആ പരിപാടിയൊന്നും നടക്കില്ല. അതേപോലെ തന്നെ വർഷത്തിൽ എല്ലാ വർഷവും പൂപ്പലിയുടെ സമയത്ത് കരാർ കൊടുക്കുക, 20,000-നും 30,000-നും എടുത്ത് അവൻ ലക്ഷങ്ങൾക്ക് പറിച്ചു കൊടുക്കുക. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ വർഷം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ സൗജന്യമായിട്ടായിരിക്കണം പൂപ്പലിക്ക് വാഹനങ്ങൾ നിർത്തേണ്ടത്.
അല്ലാതെ ആരുടെയും പോക്കറ്റിലേക്ക് പൈസ കൊടുക്കുന്ന രീതിയല്ല. അപ്പം എൻ്റെ അച്ഛനും എൻ്റെ ഒരു പട്ടാളക്കാരനാണ്. അപ്പം ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. പക്ഷെ അത് ഒരു 2-3 വ്യക്തികളോട് വരിക, JCB വെച്ച് കല്ലിളക്കുക, കല്ല് കയറ്റാൻ പോവുക, ഇതൊക്കെ നടക്കുമെന്ന് അവരുടെ വിചാരം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ സമരം ഒരു സൂചനയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കൾ, ഈ ജാഥാ സമരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ അമ്പലവയൽ സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ പഠിച്ച ആളുകളാണ്. അന്നൊക്കെ ഞങ്ങൾ ഇൻ്റർവെല്ലിന് കളിക്കാനും വിടുമ്പോൾ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കളിച്ചു വളർന്ന ഒരു സ്ഥലമായത്. അത്രമാത്രം പഴക്കമുണ്ട് ഈ സ്ഥലത്തിന്. അപ്പം അങ്ങനെ ഇരിക്കെയാണ് ഏതാനും ചില മോശമായ നടപടികൾ ഈ ഭൂമിക്കെതിരെ വരുന്നു എന്നുള്ളത് സംരക്ഷണ സമിതിയുടെ ആളുകൾ നമ്മളോടൊക്കെ പറയുകയും പൂർണ്ണമായിട്ടും അത് പൊതുവായ ഒരു കാര്യമെന്ന നിലയ്ക്ക് പൂർണ്ണമായിട്ടും അതിനോട് സഹകരിക്കുകയും ചെയ്യുകയാണ്. ഭാവിയിലും ഇക്കാര്യത്തിൽ പൂർണ്ണമായ സഹകരണം ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ ഈ സംബന്ധിച്ചിടത്തോളം ഇതൊരു തട്ടിക്കൂട്ട് സമിതി എന്നാണ് ഒക്കെ ഇവർ പറയുന്നത്. കൂടുതലായിട്ടും എനിക്ക് ഇതിനെക്കുറിച്ച് ഞാനൊരു സർവീസ് കോളനിയുടെ എൻ്റെ അച്ഛനൊരു ആർമി ആയിരുന്നില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ കളിച്ചു വളർന്ന സ്ഥലം 78 സെൻറ് ഭൂമി, അത് ഏതാനും ചിലരുടെ കൈകളിലേക്ക് പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാരിലേക്ക് വിട്ടുകൊടുക്കുകയോ അതിൻ്റേതായ ഒരു സുതാര്യമായി, രഹസ്യമായല്ല സുതാര്യമായി ഇതിൻ്റെ കമ്മിറ്റികൾ നിലവിൽ വരണം. എത്രയോ ആളുകൾ 10,000-2000 ആളുകൾ ഇതിനോട് ബന്ധിച്ചുണ്ട്. അവരൊക്കെ വിളിച്ചുകൊണ്ട് സുതാര്യമായ ജനറൽ മീറ്റിങ്ങുകളും വിളിച്ച് അതിൽ നിന്ന് കമ്മിറ്റി നിലവിൽ വന്നുകൊണ്ട് വിശദമായ ചർച്ചയ്ക്കും പഠനത്തിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ കാര്യത്തിൽ വരുന്ന ആളുകളിൽ ഈ സമിതി എടുക്കുന്ന എല്ലാ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനും പൂർണ്ണമായ പിന്തുണ അഭ്യർത്ഥന ഉണ്ടാകുമെന്ന് ഉറപ്പു തന്നുകൊണ്ട് ഈ ധർണാ സമരത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മളുടെ ചുറ്റുവട്ടത്തായിട്ട് ഈ ഒരു 72 സെന്റ് സ്ഥലം മാത്രമല്ല, ഇവിടെ രേഖയില്ലാത്ത WCSൽപ്പെട്ട ഒരുപാട് ഭൂമി അമ്പലവയലിലും ചുള്ളിയൂരും അതുപോലെ തന്നെ തോമാഷിച്ചാലി, അതായത് 8 വില്ലേജുകളിലായിട്ട് ഒരുപാട് ഭൂമിയുണ്ട്. പലരും അത് കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂർവികരായിട്ടുള്ള പട്ടാളക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ കണ്ണുനീര് വീണ് നനഞ്ഞ മണ്ണാണ്. എനിക്ക് ചെറുതായിട്ടൊന്ന് പറയാനുള്ളത്, നമ്മളെ ഈ ഭൂമിയിനോട് ഒരു കോളനിക്കാരൻ്റെ മകനെന്നുള്ള നിലയ്ക്ക് ഒരു 2013 അതിൻ്റെ കമ്മിറ്റി വരികയും അതിൻ്റെ ജനബോഡി വരികയും ആ ജനബോഡിയിൽ വെച്ച് ഞങ്ങളെ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. ആ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പിന്നെ ആ സമയത്ത് ഒരു പട്ടയോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കയ്യിൽ നിന്ന് പൈസ എടുത്ത് ആകെ 100-200 അങ്ങനെ ഞങ്ങൾ എല്ലാവരും പിരിച്ചിട്ട്, എല്ലാവരും റെസിറ്റ് പോലും ഇല്ലാതെ എല്ലാവരും പിരിച്ചിട്ട് ഞങ്ങൾ ഇതിന് പട്ടയെടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു 2 വർഷത്തോളം ഒരു പ്രാവശ്യം കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല എന്നുള്ളതിൽ ഞങ്ങൾ പിന്നെ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ ഇവർ മാത്രമായി കമ്മിറ്റിയിൽ. ആകെ ഞങ്ങൾ എല്ലാവരും കുറച്ചാൾ, ഞാൻ ബാലകൃഷ്ണൻ അതുപോലത്തെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായിപ്പോയി. അപ്പോഴാണ് പിന്നെയാണ് ഇവർ ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും വന്നപ്പോഴാണ് ഇവർ തട്ടിപ്പ് നടത്താൻ വേണ്ടി നോക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ പ്രസ്ഥാനത്തിലുണ്ടാവും, എല്ലാ പിന്നെ കമ്മിറ്റിയിലുണ്ടാവും പുഴുക്കുത്തുകൾ. ആ പുഴുക്കുത്തുകൾക്ക് മെജോറിറ്റി കിട്ടുന്ന രീതിയിലായിപ്പോയി അവസാനം ആ പുഴുക്കുത്തുകളാണ് സ്വാഭാവികമായിട്ടും നേതൃത്വത്തിൽ വന്നിട്ടുള്ളത്. അവരാണിപ്പോൾ ഈ 2 വർഷമായി അവർ ഇപ്പോൾ ഇത് ഈ പറഞ്ഞ് പിന്നെ കേട്ടപ്പോൾ ഇവരോട് നമ്മൾ വ്യക്തിപരമായിട്ട് ചോദിച്ചു, ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ഓരോ വ്യക്തിക്ക് നിങ്ങൾ 30 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന് കേൾക്കുന്നു, എന്താ സ്ഥിതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവർ എക്സിക്യൂട്ടീവിൽ എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, മുൻ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് നീ കാര്യങ്ങൾ പറ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, 30 വർഷത്തേക്ക് നിങ്ങൾ പാട്ടത്തിനെടുക്കാൻ തീരുമാനിച്ചെന്ന് കേട്ടല്ലോ, എന്താ സ്ഥിതി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ജനബോഡി അംഗീകരിച്ചിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് അംഗീകരിച്ചിട്ടുണ്ട്, ആയതുകൊണ്ട് ഞങ്ങൾ 30 വർഷത്തേക്ക് പാട്ടം കൊടുക്കുകയാണ്. ഇത്രയും വർഷങ്ങളായി നമ്മളെ പൂർവികരായിട്ട് ഉണ്ടാക്കിയ ഭൂമിയാണ്, അതൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ആയതുകൊണ്ട് നമുക്ക് ഒരു വ്യക്തിക്ക് കൊടുക്കാം ഒരു 30 വർഷത്തേക്ക്. അയാൾ 10-20 കോടി രൂപ നമുക്ക് തരും. പരമാവധി നമുക്ക് വസൂലാക്കാം പൈസ. എന്നിട്ട് 30 വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 1500 സ്ക്വയർ ഫീറ്റുള്ള ഒരു കട്ടപ്പന വേണമെങ്കിൽ പറയാം, ഒരു ഓഫീസ് നമുക്ക് കിട്ടുമല്ലോ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ശരിയല്ല,
നമ്മൾ 8 വില്ലേജുകളായിട്ട് ആശ്രിതര് നമ്മുടെ 4 പഞ്ചായത്തിൽ 8 വില്ലേജിലായിട്ട് പരന്നു കിടക്കുന്ന ആളുകൾ 12,000-ഓളം ആളുകളുണ്ട്. ആ ആളുകൾ മക്കളൊക്കെ കൂടുമ്പോൾ 10-15 ആളായി. അവരെല്ലാവരോടും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു സംരംഭം പണിയാം. അല്ലാതെ പറ്റില്ല. ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരാണ്, എല്ലാവരും എതിരാണ്. ആയതുകൊണ്ട് നിങ്ങൾ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞു, ഞാൻ ചുള്ളോട്ടുകാരനായതുകൊണ്ട് പറഞ്ഞു, ഈ ചുള്ളോട്ടുകാരല്ലേ, ഇത് അമ്പലക്കാരെ ഭൂമിയാന്ന് പറഞ്ഞു. രണ്ടാമത്തെ വർത്താനം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു 8 വില്ലേജ് എന്ന് പറഞ്ഞപ്പോൾ അവരത് മാറ്റി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞവർ 8 വില്ലേജ് ഒന്നല്ല, അത് സാരല്ല, നീയൊക്കെ വാ, നമുക്ക് എല്ലാവർക്കും കാര്യം കിട്ടുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാത്രമേ കാര്യമുള്ളൂ. ഇത് 20 കോടി ഉറുപ്പിക കിട്ടുമ്പോൾ നിങ്ങൾക്ക് 3-4 ആൾക്ക് കാര്യം ഉണ്ടാവില്ല എന്ന് പറയില്ല. പക്ഷെ നമുക്ക് ആ കാര്യം വേണ്ട, അതുകൊണ്ട് ഇത് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് മൂന്നാമത്തെ വർത്താനം, ഇത് ഞങ്ങളതാണ്, നിന്നെ ആരാ അവിടേക്ക് പറഞ്ഞയച്ചെന്നാണ് ചോദിച്ചത്. നിന്നെ ആരാ അവിടേക്ക് പറഞ്ഞയച്ചെന്ന് അവർ ചോദിക്കുന്നത്. കാര്യം ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഗുണം കിട്ടും. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഗുണം കിട്ടണ്ട. അപ്പോൾ അവരെ ഇടയിൽ തന്നെ പറഞ്ഞ വർത്താനം എന്താ പറയുക, ആ സമയത്ത് വർത്താനം അവർക്ക് നല്ലൊരു പൈസ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 10-40 കോടി, ഒരു 40 ലക്ഷം രൂപ അവർക്ക് 3-4 ആൾക്ക് വാഗ്ദാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാരണവശാലും ഞാൻ അവിടുന്ന് തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾ ജീവനുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കുഞ്ഞുകുട്ട കച്ചറുണ്ടാക്കരുത്, നിനക്കും ഗുണം കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഗുണം വേണ്ട, അത് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഇതിനുള്ള ആളുകളെ മുഴുവൻ ഞങ്ങൾ സംഘടിപ്പിച്ച് 8 വില്ലേജിലുള്ള ആശ്രിതരെ മുഴുവൻ സംഘടിപ്പിക്കും, അതിന് അവസാനം വരെ പോരാടും എന്ന രീതിയിലുള്ള നമ്മൾ സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്താ വെച്ചാൽ ഇത് അവിടെ ഇവിടെയും പ്രശ്നങ്ങൾ വിഭാഗീയത ഉണ്ടാക്കുക, ആദ്യം വിഭാഗീയത ഉണ്ടാക്കുക, വേറെ ഒന്ന് രാഷ്ട്രീയം കയറ്റുക, പല രീതിയിൽ എന്ത് കയറ്റിയാലും ശരി. ഇവിടുത്തെ നമ്മളെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ സംഘടിപ്പിച്ച് മുഴുവൻ ആളുകൾ ചത്തു തീരുന്നത് വരെ ഞങ്ങൾ ഈ പ്രശ്നത്തിൽ പുറകോട്ടില്ല എന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും അതിനുവേണ്ടി അവസാനം വരെ നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. ഏതായാലും ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇന്നത്തെ പട്ടാളക്കാരല്ല ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കാരെ സേവനമനുഷ്ഠിച്ച് തിരിഞ്ഞു വന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ പൂർവികരായിട്ടുള്ള അച്ഛന്മാർക്കും ഒക്കെ കിട്ടിയ ഭൂമികളാണ് ഈ 8 വില്ലേജുകളിലായിട്ട് ഉള്ളത്. ഇത്തരം ഭൂമികൾ നിരവധി സ്ഥലങ്ങളിലുണ്ട്. അത് എന്ത് വില കൊടുത്തും അത് സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് പറയുന്ന സമയത്ത് അവർ ചോദിക്കും എന്താണ് നിങ്ങളുടെ പദ്ധതി, നിങ്ങളുടെ പരിപാടി എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ സംഘടന രൂപീകരിച്ചതും ഈ സമര പരിപാടികൾക്കും ഇറങ്ങിയത്. എന്ത് വില കൊടുത്തും ഇത് സംരക്ഷിക്കാനുള്ള അവസാന ശ്വാസം നിലയ്ക്കും വരെ പോരാടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുഞ്ഞുട്ടേട്ടൻ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, ഞങ്ങളെ പോലെയുള്ളവരുടെ നെഞ്ചത്ത് ചവിട്ടിയല്ലാതെ ഒരാൾക്ക് ഈ ഭൂമിയിൽ മറ്റൊരു അവകാശം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊരു സൂചനയായി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഇത് സമരപരിപാടികളുടെ ഒരു തുടക്കം മാത്രമാണ്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇപ്പോ ഒരു വ്യക്തിയെ മാറ്റിക്കൊണ്ട് ഇപ്പൊ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുകയാണ്. ആ ട്രസ്റ്റ് രൂപീകരിച്ചതിന്റെ ചെയർമാൻ ആകട്ടെ ആരെയാണോ ഇവർ ഉദ്ദേശിച്ചത് ആ ആളെ ആക്കിക്കൊണ്ടാണ് ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. അതിന് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടുകയാണ്, ഞാൻ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്, ഞാൻ അതിലൊന്നും ഇല്ല, ഞാൻ അവരുമായിട്ട് എഗ്രിമെന്റ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ. ഈ കള്ളത്തരങ്ങൾ, സത്യം ഞങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ, നീതി ഞങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ, ന്യായം ഞങ്ങളോട് ഉള്ളിടത്തോളം കാലം ഞങ്ങളിത് പോരാടും. അവസാന ശ്വാസം വരെ ഈ ഭൂമി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പല ഭൂമികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിർമ്മാണ നിയന്ത്രണം വന്നപ്പോൾ ഇവിടെ WCSകാരുടെ പിന്മുറക്കാർക്ക് മാത്രമല്ല, അവർ ഭൂമി വിറ്റവർക്കുണ്ട്, അന്ന് മിച്ച ഭൂമിയായി വന്ന് പിന്നീട് പട്ടയം കൊടുത്തവരുണ്ട്. എല്ലാവരും ഇതിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചതാണ്. നമ്മളുടെ പ്രസിഡന്റ് സംസാരിച്ചതുപോലെ, അതല്ലെങ്കിൽ സ്വാഗതം പറഞ്ഞ ഹരിയേട്ടൻ സംസാരിച്ച പോലെ, ഇതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയി 6-7 ദിവസം നിന്ന് 2ഓളം വിധികൾ നമ്മൾ സമ്പാദിച്ചു. ചുള്ളിയോടുള്ള ഒരു പെട്രോൾ പമ്പിന്റെ പേരിൽ നമ്മൾ സമ്പാദിച്ചു വിധി. അങ്ങനെ പലതരത്തിലുള്ള വിധികൾ. ഈ സംഘടന അന്ന് നമ്മൾ എത്രത്തോളം ശക്തമായ ഒരു സംഘടനയാണ്, ഈ സംഘടനയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ
തെളിയിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ ഈ 5 ആള് ഒരു വക്കീലും അതല്ലെങ്കിൽ ഒരു റിട്ടയർഡ് പഞ്ചായത്ത് സെക്രട്ടറിയും കൂടിയാല് ഇത്രയും ആളുകളെ പറ്റിച്ചുകൊണ്ട് ഈ ഭൂമി അങ്ങ് കൈക്കലാക്കാമെന്ന് വിചാരിക്കുന്നത്? നടക്കില്ല. നമ്മളുടെ ആളുകൾ പറഞ്ഞതുപോലെ തന്നെ അവസാന നിമിഷം വരെ കോളനിക്കാരുടെ പിന്മുറക്കാരും അതിനോടൊപ്പം അമ്പലവയലിലെ മുഴുവൻ ജനങ്ങളും കൂടെ നിന്നുകൊണ്ട് തന്നെ ഇതിനെ നേരിടും എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ WCS ഭൂസംരക്ഷണ സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ സ്വാഗതം ആശംസിച്ചത് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഹരികുമാറാണ്. അതുപോലെ തന്നെ അധ്യക്ഷൻ നമ്മളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുരിക്കളാണ്. ഉദ്ഘാടനം ചെയ്തത് നമ്മളുടെ പ്രസിഡന്റ് TC ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ സംസാരിച്ച മദൻലാല്, രാധാകൃഷ്ണൻ, ജോസാറ്, കൃഷ്ണൻകുട്ടിയേട്ടൻ, സാബു കുഴിമാളം തുടങ്ങി ഇതിനോട് സഹകരിച്ച, ഇതിൻ്റെ ഒപ്പം തന്നെ സഹകരിച്ച എല്ലാവർക്കും, മീഡിയക്കും എല്ലാം ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ലൈവായിട്ട് ഈ വിഷയത്തെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മീഡിയയിൽ നിലനിർത്തുകയും എല്ലാം ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.